ഇന്ത്യൻ നാവികസേനയ്ക്ക് കടൽ അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി ഷീബലിന്റെ കാങ്കോപ്റ്റർ S-100 എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൂലൈയിലെ 8-നും 10-നും ഇടയിലുള്ള ഓസ്ട്രിയ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ നാവികസേന നിലവിൽ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ISR-നായി കാംകോപ്റ്റർ S-100 റോട്ടറി ആളില്ല ഏരിയൽ സംവിധാനം പ്രയോജനപ്പെടുത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇത് ഉഭയകക്ഷി സാങ്കേതിക സഹകരണത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തുന്നു. റോട്ടർ ക്രാഫ്റ്റ് ഡിസൈൻ ഉപയോഗിക്കുന്ന ഓസ്ട്രിയൻ ആളില്ല വിമാനം അതായത് UAV ആണ് ഷീബൽ കാങ്കോപ്റ്റർ S-100. 1951 വിയന്നയിൽ സ്ഥാപിതമായ ഷീബൽ വിപ്ലവകരമായ കാങ്കോപ്റ്റർ S-100 ആളില്ല എയർ സിസ്റ്റത്തിന്റെ വികസനം, രൂപകൽപ്പന, നിർമ്മാണം എന്നിവയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിയന്ന, ഓസ്ട്രിയ, USA, UAE, ഇന്ത്യയിലെ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ സൗകര്യങ്ങളോടെ ഹൈടെക് സൈനിക, വാണിജ്യ, മാനുഷിക പ്രവർത്തനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഷീബൽ എന്ന കമ്പനി അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുണ്ട്. അസാധാരണമായ വിൽപ്പനാന്തര സേവനവും പിന്തുണയും നൽകുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവരുടേത്. ഈ കാങ്കോപ്റ്റർ S-100 കരാർ എങ്ങനെയാണ് ഓസ്ട്രിയയും ഇന്ത്യയും തമ്മിൽ ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് അത്യാധുനിക ആളില്ല വ്യോമ സംവിധാനങ്ങളിലൂടെ ഇന്ത്യയുടെ സമുദ്രശേഷി വർദ്ധിപ്പിക്കുന്നതിൽ ഇതൊരു നിർണായക പങ്ക് തന്നെ വഹിക്കും. അതായത് ഇന്ത്യൻ നാവികസേന ഇന്റലിജൻസ്, സർവൈലൻസും റിക്കണൈസൻസും ഉപയോഗിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആശയവിനിമയത്തിന്റെ കടൽപാത നിരീക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ കരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഫിക്സഡ് വിംഗ് UAV-കൾ ഉപയോഗിച്ച് 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ആളില്ലാ സംവിധാനങ്ങൾ അതായത് UAV-കൾ ഉപയോഗിച്ചും ഇത് ചെയ്യുന്നുണ്ട്. ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് ഇൻഡുറൻസ് UAV-കളുടെ ഉപയോഗം ഇന്ത്യൻ നാവികസേനയ്ക്ക് സുപ്രധാനവും നിർണായകവുമായ അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. കൂടാതെ യുദ്ധക്കപ്പലുകളുടെ ഡെക്കിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന കപ്പൽ വഴിയുള്ള റോട്ടറി ആളില്ല ഏരിയ സംവിധാനത്തിലേക്കും ഇവ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നു. ഈ കഴിവ് ഇന്ത്യൻ നാവികസേനയ്ക്ക് കടൽ അധിഷ്ഠിത പ്രവർത്തനങ്ങളിൽ ആവശ്യമായ വഴക്കം നൽകുന്നു. ഓസ്ട്രിയയുടെ ഈ കാംകോപ്റ്റർ S-100 ആളില്ല ഏരിയൽ സംവിധാനത്തിന്റെ ഈ കഴിവാണ് ഓസ്ട്രിയയും ഇന്ത്യയും സാങ്കേതിക മേഖലകളിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇന്ത്യയിൽ ഈ ആളില്ല സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യൻ പ്രൊഡക്ഷൻ പാർട്ണറായ VEM ടെക്നോളജീസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യൻ നേവൽ പ്രോഗ്രാം ഓസ്ട്രിയൻ വ്യവസായമായ ഷീബലിന് ലൈസൻസ് നൽകുന്നു. എന്തുകൊണ്ടാണ് ഈ കാംകോപ്റ്ററിനെ ഇന്ത്യൻ സുരക്ഷാ മേഖലയ്ക്ക് അനുയോജ്യമായതായി തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഇന്ത്യൻ നേവി, കോസ്റ്റ് ഗാർഡ്, ആർമി എന്നിവയുടെ ISR, SAR ഓപ്പറേഷനുകളിൽ ഈ ഷീബലിന്റെ സ്കോപ്പ് എന്താണ്? അതായത് ഈ S-100 എന്ന് പറയുന്നത് അങ്ങേ അറ്റത്തെ പരിതസ്ഥിതികളിൽ ഫലപ്രദമായും കാര്യക്ഷമമായും പ്രവർത്തിക്കാനുള്ള പക്വത പ്രാപിച്ചതും തെളിയിക്കപ്പെട്ടതുമായ ഒരു പ്ലാറ്റ്ഫോം ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആർട്ടിക്ക പോലുള്ള സാഹചര്യങ്ങളിൽ -40°C +55°C വരെയുള്ള മരുഭൂമികളിലും അതുപോലെയുള്ള കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളിൽ പോലും ഈ S-100 ഉപയോഗിക്കാൻ സാധിക്കുമത്രേ. കാലാവസ്ഥയുടെ വ്യത്യസ്തതകളുള്ള ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് ഈ കാലാവസ്ഥാ സാഹചര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ, അതിന് നിർവചിക്കപ്പെട്ട ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്ന ഒരു കഴിവുള്ള പ്ലാറ്റ്ഫോം ആണ് S-100. അതുപോലെ തന്നെ ഈ S-100ന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് 12,000 അടി ഉയരമാണ്. അതുപോലെ ഇതിന്റെ മുഴുവൻ ഇന്ധന ലോഡും 34 കിലോഗ്രാം പേലോഡാണ്. അതുപോലെ തന്നെ ഇതിന്റെ സഹിഷ്ണുത എന്ന് പറയുന്നത് 6 മണിക്കൂറിൽ കൂടുതലാണ്. അതായത് എത്തിച്ചേരാൻ പ്രയാസമുള്ള പ്രദേശങ്ങൾക്കും വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങൾക്കും അനുയോജ്യമാണ് ഈ S-100. ഇപ്പോൾ ഇന്ത്യൻ നാവികസേന IOR-ൽ ഈ ആളില്ല സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാനും തുടങ്ങി. അതുപോലെ തന്നെ ഇപ്പോൾ ഷീബൽ ഇന്ത്യൻ നിയമങ്ങൾക്കനുസൃതമായി കാംകോപ്റ്റർ S-100ന്റെ പ്രാദേശിക നിർമ്മാണത്തിനായി VEM ടെക്നോളജീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഈ പങ്കാളിത്തം കാംകോപ്റ്റർ S-100 അതിന്റെ പേലോഡിനൊപ്പം 60% വരെ സ്വദേശിവൽക്കരണ ഉള്ളടക്കമുള്ള വിഭാഗത്തിന് കീഴിൽ നിർമ്മിക്കും. അതുപോലെ തന്നെ ഈ S-100 എന്ന് പറയുന്നത് ഏവിയേഷൻ ഗ്യാസോലിൻ അല്ലെങ്കിൽ മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം. ഇത് സമുദ്ര അന്തരീക്ഷത്തിന് ഏറ്റവും അനുയോജ്യമാക്കുന്നു. അതുപോലെ തന്നെ ഈ S-100നെ പരിമിതമായ സ്ഥലങ്ങളിലോ കപ്പലുകളുടെ ഹാങ്കറുകളിലോ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാനും സൂക്ഷിക്കാനും പരിപാലിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ കാർബൺ ഫൈബർ സംയുക്ത സാമഗ്രികൾ, ടൈറ്റാനിയം, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പ്രത്യേക കോട്ടിങ്ങുകൾ എന്നിവ ഉപയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നശിച്ചു പോകുന്നതിൽ നിന്ന് ഒരു പരിധി വരെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ GPS ലഭ്യമല്ലാത്ത പരിതസ്ഥിതികളിലും S-100ന് വിജയകരമായി പ്രവർത്തിക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.